ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തതാണ്. അപ്പോൾ എല്ലാം കണ്ടിന്യൂറ്റായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്യൂച്ചറിൽ എല്ലാ വീഡിയോസും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് വിശ്വാസമാകും. ഇപ്പോഴേ ഫ്യൂച്ചറിൽ ഈ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എൻ്റെ മൈൻഡ് വെച്ചാണ്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നൊന്നുമല്ല. ഞാൻ ജസ്റ്റ് കാണിക്കുക എത്രയാണെങ്കിലും പോകാൻ പൈസ പോട്ടെ എന്നുള്ള ഇതിലുള്ള പൈസയാണ് ഞാൻ ഇടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് പോയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഇതിപ്പോൾ ആ വീഡിയോയുടെ തുടർച്ച. അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് വീഡിയോ ഒന്നും കറക്റ്റൊന്നും ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ക്ഷമിക്കുക. അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം വീഡിയോ എടുത്തും ഒന്നും ശീലമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എല്ലാവരെയും തന്നെ, കാരണം ഞാൻ തന്നെ ഓൾറെഡി പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം. പക്ഷേ ആരും തമ്മിൽ അതൊരു എനിക്ക് തന്നെ ഞാൻ കുറേ വർഷം ചെയ്തിട്ടാണ് എനിക്ക് തന്നെ ഒരിതായത്. അപ്പോൾ ആരും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കില്ല ഇതിപ്പോൾ നല്ല കാര്യമാണ് ഇതെന്നുള്ളത്. നമ്മൾ പെർസെൻറ്റേജ് തന്നെ ഇപ്പോൾ ഒരു വർഷം ഒരു 10%, 6-7 മുകളിൽ എത്ര കിട്ടിയാലും നമുക്ക് ബാങ്കിൽ FD ഇടുന്നതിനേക്കാൾ ലാഭമല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒരു 10% കിട്ടിയാൽ തന്നെ ലാഭമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇതാണ്. ഞാൻ പല രീതിയിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റോക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല സ്റ്റോക്ക് ഇടുക, അത്രേ ഉള്ളൂ. വെറുതെ ചറവറ സ്റ്റോക്ക് വാങ്ങിയിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്നെ നഷ്ടമുള്ള വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ല. എന്നാലും വാങ്ങുക, നമ്മൾ ടെൻഷൻ അടിക്കാതെ വാങ്ങുക ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ, അത്യാവശ്യം നല്ല പേരൊക്കെ ഉള്ളതും നല്ല ഇതൊക്കെയുള്ള. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിൻ്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ചെറിയ വീഡിയോസായിട്ട് ഓരോന്നും ഇടുന്ന വീഡിയോ ഒന്നും കാണാനൊന്നും കേൾക്കാനും ഒരു സുഖമൊന്നും ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും. എനിക്ക് അത്ര ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങ് ഇടുന്നു, അത്രേ ഉള്ളൂ. കണ്ട് ഇതാക്കാൻ പറ്റുന്ന മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ള ഇതാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയും കുറവ് ചെയ്യുന്നത് ആൾക്കാർ. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മളത് കളയരുത്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജൂലൈ 2 തുടങ്ങി. ഫസ്റ്റ് സ്റ്റാർട്ട് നോക്കിയത് ഉണ്ടോ? ജൂലൈ 2 എടുക്കാൻ ഞാൻ 1500 അടച്ചു. ജൂലൈ 2 അന്ന് തന്നെ ഞാൻ ഒരു 1480 രൂപയുടെ സ്റ്റോക്ക് വാങ്ങി. അത് ചാർജും കൂടെ കൂട്ടി കേട്ടോ. ഞാൻ വാങ്ങിയ സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്നും ഞാൻ വിറ്റിട്ടില്ല. 4-5 സ്റ്റോക്ക് വാങ്ങി. സ്റ്റോക്ക് നല്ല കുഴപ്പമില്ല എന്നുള്ള ഇത് നമുക്ക് തോന്നുന്ന സ്റ്റോക്കാണ്. വെറുതെ ചറവറൊന്നും വാങ്ങുന്നൊന്നുമില്ല. നമ്മുടെ മൈൻഡിൽ തോന്നുക നല്ല നമ്മൾ തന്നെ ഇതാക്കുക. ജസ്റ്റ് ബാലൻസ് ഷീറ്റൊക്കെ നോക്കിയാൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് അങ്ങനത്തെ കുറേ അതൊക്കെ നോക്കാം നമുക്ക്. പിന്നെ എല്ലാവരും എന്തായാലും ഇടുക, അത്രേ ഉള്ളൂ. ഷെയർ വാങ്ങും. അത് കഴിഞ്ഞ് അടുത്തത് ഓഗസ്റ്റ് 1 1500 ഇട്ടു. ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. പെയ്ഡ് സ്റ്റോക്ക് ഇതാണ് ഞാൻ വാങ്ങിയ സ്റ്റോക്കുകൾ. നോക്കൂ, ഗ്രോയിലാണ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ ഗ്രോയുടെ സിൽവർ വാങ്ങി. എത്രയാണ്? 105.52 ചാർജൊക്കെ കഴിഞ്ഞ് 108 ആയി. ഓക്കെ, ഇതൊക്കെ നോക്കിയോട്ടോ നിങ്ങൾക്ക്